ഇപ്പൊ ചേട്ടൻ പറഞ്ഞ എല്ലാ പോയിന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ അക്കാഫ് ക്യാമ്പസ് ബീച്ച് 2025. അപ്പോൾ ചേട്ടൻ എത്തിസലാത്ത് അക്കാഡമിയിലേക്ക് കടക്കുമ്പോൾ ചേട്ടന്റെ ആ കോളേജ് ലൈഫ് എന്തായാലും ചേട്ടന് ഓർമ്മ വരും. അപ്പോൾ ഈ പറഞ്ഞ സെഗ്മെന്റിലുള്ള പ്രിൻസിപ്പൽ റൂം, ലവേഴ്സ് കോർണർ, സ്പോർട്സ് ഏരിയ, സമരപ്പന്തൽ, ഇതിലത്തെ ഏത് വിഷയമാണ് ചേട്ടനെ കൂടുതലും എന്താ പറയുക ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതും ഇനിയും ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ സ്മരണയിലേക്ക് പോകാനും ആഗ്രഹിക്കുന്ന ഒരു സെഗ്മെന്റ് എന്നല്ല പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ഫ്രണ്ട്ഷിപ്പാണോ? ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ല എന്ന് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്നത് ഏതായിരിക്കും? എനിക്ക് സൗഹൃദങ്ങൾ തന്നെയാണ്, ഉറപ്പായിട്ട് സൗഹൃദങ്ങൾ തന്നെയാണ്. ബാക്കിയെല്ലാം വളരെ എഫിമറൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ആ ടൈമിൽ മാത്രം സൗഹൃദങ്ങൾ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് ജീവിതം മുഴുവൻ കൊണ്ടു നടക്കുന്ന ശരിയാണ് സംഗതികളാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് വളരെ ഈ സൗഹൃദങ്ങൾക്കാണ് എപ്പോഴും ഒരു അൺകണ്ടീഷണൽ ഇഫക്റ്റ് ഉള്ളത്. ശരിയാണ്. നമ്മുടെ ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും, ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമായാലും ഒരു പ്രണയമായാലും ഒക്കെ അതിനൊരു ഷെൽഫ് ലൈഫ് ഉണ്ട്. ശരിയാണ്. പ്രത്യേകിച്ച് ക്യാമ്പസിലെ അത്തരം പ്രണയങ്ങളൊക്കെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നിങ്ങൾ എന്താണ് അക്കാഫ് എന്ന് പറയുന്നത്? അക്കാഫ് എന്ന് പറയുന്നത് സൗഹൃദങ്ങളുടെ കൂട്ടായ്മ. അതിനിടയിൽ വരുന്ന ഒരു ഏരിയ മാത്രമാണ് ഈ പറഞ്ഞ വാഗച്ചോട്ടിലെ പ്രണയങ്ങളും കൊട്ടിപ്പാട്ടും ഇതെല്ലാം. അപ്പൊ ഇതിനെ മൈൻഡ് ചെയ്ത് നിർത്തുന്ന ഏറ്റവും വലിയ കാര്യം ആ ബ്രദർഹുഡാണ്. പിന്നെയും പറഞ്ഞ നമുക്കെല്ലാം ഇപ്പൊ പ്രിൻസിപ്പൽസ് റൂം എന്ന് പറയുന്നത് അത് മറ്റൊരു ഫീലിംഗ് ആണ്. അന്ന് ഭയത്തോട് കണ്ടിരുന്ന എന്നാൽ ഇന്നൊരു ചെറിയ ചിരിയോടുകൂടി കാണാൻ പറ്റുന്ന ചില സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പം ഞാനത് ട്രിവാൻഡ്രം ലോഡ്ജിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പൽസ് റൂമിലൊരു സീക്വൻസ് നമുക്ക് ശരിക്കും എൻ്റെ സ്കൂൾ ടൈമിൽ നടന്നൊരു സീക്വൻസ് ആണത്. ഇതെല്ലാം നമ്മളെ ഇപ്പോൾ ഞാനൊരു സിനിമ നടനോ അല്ലെങ്കിൽ റൈറ്ററോ ആയതുപോലെ നമ്മുടെ ഒരു എഞ്ചിനീയർക്കോ ഡോക്ടർക്കോ ഒക്കെ അവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ടൈം തന്നെയാണ് നമ്മുടെ കോളേജ് ടൈം എന്ന് പറയുന്നത്. എന്തിനാണ് ആ ഒരു ടൈമിലെ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ഇത്രയും എന്തുകൊണ്ട് അക്കാഫ് വരുന്നു? നമ്മൾ എന്തുകൊണ്ട് ആദ്യത്തെ ജോലിയുടെ സമയത്തുണ്ടായിരുന്ന ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്നില്ല? ഇല്ലല്ലോ. കോളേജ് ടൈമിലെ ആൾക്കാരെ അല്ലേ കൂട്ടുന്നത്.